ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള പഠിച്ചു അല്ലേ? അതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മൾ സെപ്പറേറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഫസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫോളോ ആണ്. ഓക്കെ, ഫോളോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുണ്ട് കുറച്ച് റൂൾസ്. ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോളോയ്ക്കും കുറച്ച് റൂൾസ് ഉണ്ട്. സോ ആ റൂൾസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് റൂള് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ എ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ, ഫോളോ ഓഫ് എക്കകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോളർ സിമ്പിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ ഫോളോ ഓഫ് എ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും? ഡോളർ സിമ്പിൾ കാണും. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂള്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ഇങ്ങനെയാണ് നമ്മുടെ ഫോം വരുന്നതെങ്കിൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ. ബീറ്റയുടെ ഭാഗത്ത് നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. അതായത് എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ അങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നത് ഇതാണ്. ഇപ്പം എ ടെൻസ് ടു ആൽഫ ബി, എ ടെൻസ് ടു ആൽഫ ബി അല്ലെങ്കിൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സലോൺ എങ്കിൽ നമുക്ക് ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫോളോ ഓഫ് എ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ മൂന്ന് റൂളും കാണാതെ പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫോളോ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് എങ്ങനെ കാണുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോളോയുടെ റൂൾ നമ്മൾ പഠിച്ചു വെക്കുക, എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റൂളുകളൊന്ന് ഓർത്തിരിക്കുക. ഈ മൂന്ന് റൂൾ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഫോളോ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോളോ ചെയ്യാം അല്ലെ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഫോളോ ഓഫ് ഇ ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, ഇയുടെ ഫോളോ. അപ്പോ നോക്കിയാൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾസ്. ഇതേ നോക്കി, ഇത്രയും നമുക്ക് പ്രൊഡക്ഷൻ റൂൾ ആണ്. ഇ ടെൻസ് ടു ടി ഇ ഡാഷ്, ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ടി ഇ ഡാഷ് ഓർ എപ്സലോൺ, ടി ടെൻസ് ടു എഫ് ടി ഡാഷ്, ടി ഡാഷ് ടെൻസ് ടു സ്റ്റാർ എഫ് ടി ഡാഷ് ഓർ എപ്സലോൺ, എഫ് ടെൻസ് ടു ഇ വിത്തിൻ ബ്രാക്കറ്റ് ആൻഡ് ഓർ ഐ ഡി. ഓക്കെ, അപ്പൊ ഇത്രയും പ്രൊഡക്ഷൻ റൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫോളോ ഓഫ് ഇ ആണ്. ഇയുടെ ഫോളോ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോളോ ഓഫ് ഇ ആണ് ഞാൻ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മൂന്ന് റൂൾ ഒന്ന് ഓർത്തി. ആദ്യത്തെ റൂൾ എന്താ പറഞ്ഞത്? അതായത് ഫോളോ ഓഫ് ഇ, അതായത് എ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ ഫോളോ ഓഫ് എ ഹാസ് എപ്സലോൺ എന്ന് പറഞ്ഞു അല്ലെ? ഫോളോ ഓഫ് എ ഹാസ് എപ്സലോൺ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഈ ഇയുടെ പ്രത്യേകത എന്താ? ഇയുടെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന സംഭവം നമ്മുടെ പ്രൊഡക്ഷൻ റൂളിന്റെ സ്റ്റാർട്ട് സിമ്പിൾ ആണ് അല്ലെ? ഇത്രയും ഈ ഒരു ഗ്രാമർ നോക്കിയാൽ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ വരുന്ന ഇ ആണ്. സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കിടക്കുന്ന സിമ്പിൾ, അത്രേ ഉള്ളൂ. ഏറ്റവും ആദ്യം കിടക്കുന്ന സിമ്പിൾ ഇ. അപ്പൊ ഇയുടെ പ്രത്യേകത അതൊരു സ്റ്റാർട്ട് സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് സിമ്പിൾ ആ വരുന്നെങ്കിൽ അതിന്റെ ഫോളോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡോളർ സിമ്പിളിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. സോ ഞാൻ ഡോളർ സിമ്പിളിനെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അതാണ് എൻ്റെ ആദ്യത്തെ ഫോളോ എന്ന് പറയുന്നത്. അപ്പൊ ഫോളോ ഓഫ് ഇ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡോളർ ആണ് കൊടുക്കേണ്ടത്. കാരണം ഇയുടെ പ്രത്യേകത എന്താ? ഇ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ആണ് അല്ലെ? നമ്മുടെ പ്രൊഡക്ഷൻ റൂളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ ആണ് ഇ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കുക. എല്ലാ പ്രൊഡക്ഷന്റെയും വലതുവശത്തോട്ട് നോക്കുക. അതായത് ആരോ കഴിഞ്ഞിട്ടുള്ള ആ ഏരിയയിലേക്ക് നോക്കുക. അവിടെ നോക്കുമ്പോഴത്തേക്കിനും എവിടെയെങ്കിലും ഈ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഈ ആദ്യത്തെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ ഇ ഇല്ല, ഇ ഡാഷ് ആണുള്ളത്, ഇ ഇല്ല അല്ലെ? രണ്ടാമത്തെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇ ഡാഷ് ആണ് വന്നേക്കുന്നത്, ഇ ഇല്ല. മൂന്നാമത്തേനകത്ത് ഇ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നാലാമത്തേനകത്ത് ഈ വഴിയെ പോലും പോയിട്ടില്ല. ലാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇ ഉണ്ട്, കണ്ടോ? ഈ ഒരു ലാസ്റ്റ് പ്രൊഡക്ഷന് ഇവിടെ ഒരു ഇ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനെയാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഏതാ? എഫ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ് ബ്രാക്കറ്റ് ഓർ ഐ ഡി. ഓക്കെ, കണ്ടോ? ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊഡക്ഷനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തല്ലോ, ആ റൂൾ ഇവിടെ പോസിബിൾ അല്ല അല്ലേ? കാരണം
എന്താന്ന് പറഞ്ഞിരിക്കുന്നത് എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ഇങ്ങനെ രണ്ടാമത്തെ റൂളിംഗ് ഇതല്ലേ പറഞ്ഞിരുന്നത്, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ, ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ അല്ലെ. ഇങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ വരും അല്ലെ. അതായത് ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ വരും, ഫസ്റ്റ് ഓഫ് ബീറ്റ അല്ലെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. സെക്കൻഡ് റൂള് നമ്മൾ ഇതാണ് പഠിച്ചത് അല്ലെ, ഇത് നമ്മുടെ സെക്കൻഡ് റൂളാണ്. ഇനി ആ റൂൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കിയാൽ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്നല്ലേ നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, നമുക്ക് ബി എന്ന് പറയുന്നത്, അതായത് ഈ നടുക്ക് വന്നേക്കുന്ന ഈ ആൽഫ ബി ബീറ്റ ഉണ്ടല്ലോ, അതായത് ഈ ആൽഫ ബി ബീറ്റ എന്ന് പറയുന്ന സാധനം, അവിടെ ഈ ബി എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കാണേണ്ട ഫോളോ ഏതാണോ, നമുക്ക് കാണേണ്ട ഫോളോ ആണ് ശരിക്കും ഈ ബി എന്ന് പറയുന്നത്. ഈ ബി പൊസിഷൻ അത് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കാണേണ്ട ഫോളോ ഏതാ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോളോ ഓഫ് ഇ അല്ലേ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി എന്ന് പറയുന്നത് ഈ ഇയുടെ മുകളിലേക്ക് എഴുതിയാൽ മതി. കണ്ടോ, ബി എന്ന് പറയുന്നത് ഇയുടെ അവിടെ വരും. ഓക്കെ, ഇനി ഈ ബിയുടെ ലെഫ്റ്റിൽ കിടക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ആൽഫയാണ്. ഇവിടെ ആകെ ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ ആൽഫ. ബിയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്താണോ അതൊക്കെ ബീറ്റയാണ്. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ ബീറ്റ. ഓക്കെ, അപ്പൊ ബി എവിടെ ഇടേണ്ടത്, നമുക്ക് കാണേണ്ട ഫോളോ എന്തിന്റെയാണോ അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ബി ഇടണം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, ഇതല്ലേ നമ്മുടെ ആ പ്രൊഡക്ഷന്റെ രണ്ടാമത്തെ റൂള് പറയുന്നത്, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സലോൺ എന്ന് പറഞ്ഞു അല്ലെ. നോക്കിയേ, ഇത് എപ്സലോൺ ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു എപ്സലോൺ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫോളോ ഓഫ് ബി? ഫോളോ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ബീറ്റ ആണ് അല്ലെ. അതായത് ബിയുടെ സ്ഥാനത്ത് എന്താ, ഇ. അപ്പൊ ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് വരും അല്ലെ. ഫസ്റ്റ് ഓഫ് ബീറ്റ, ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചല്ലേ. അപ്പൊ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ബീറ്റ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണല്ലോ അല്ലെ. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്താ, അത് തന്നെ അല്ലെ. ഇത് ടെർമിനൽ സിമ്പിൾ അല്ലേ, ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും എല്ലാം ടെർമിനൽ സിമ്പിൾ അല്ലേ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വരും അല്ലെ. ഇത് തന്നെ ആയിരിക്കും അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്, ക്ലോസ്ഡ് ബ്രാക്കറ്റാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം, നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ്. കണ്ടോ, ഇതിനകത്ത് ഞാൻ എഴുതാൻ പോവാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഓക്കെ, കണ്ടോ, കഴിഞ്ഞു. ഇതാണ് ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോളോ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ വരുന്ന പ്രൊഡക്ഷൻ ആകെ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. എഫ് ടെൻസ് ടു ഇ ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓർ ഐ ഡി, ഈ ഒരു പ്രൊഡക്ഷൻ മാത്രമല്ലേ ഈ വരുന്നുള്ളൂ. വേറെ ഇതുപോലെ ഈ വരുന്നുണ്ട്, ഈ റൈറ്റ് സൈഡിൽ ഈ വരുന്ന പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ റൂളും രണ്ടാമത്തെ റൂളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, മൂന്നാമത്തെ റൂളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് റൂൾ അപ്ലൈ ചെയ്യും. ഇവിടെ ആകെ ഈ റൈറ്റ് സൈഡിൽ വരുന്നത് ഈ ഒരൊറ്റ പ്രൊഡക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫോളോ ഓഫ് ഇ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഫോളോ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്തായിരുന്നു, ഡോളറും കിട്ടി, ക്ലോസ്ഡ് ബ്രാക്കറ്റും കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഫോളോ ഓഫ് ഇ ഡാഷ് ടി ഡാഷ് എഫ് ഒക്കെ കാണാം. ഓക്കെ, അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.